ഹലോ, ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റമായ ഒരു സ്രാവ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഒരു അടിപൊളി ടേസ്റ്റുള്ള കറിയാണിത്. അപ്പോൾ സ്രാവ് കറി എന്ന് പറഞ്ഞാൽ പലതരത്തിൽ ആൾക്കാർ ഉണ്ടാക്കും, പല ടേസ്റ്റിലും ഉണ്ടാക്കും. പക്ഷേ ഇത്തരത്തിലൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത്തരത്തിലൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ സ്രാവ് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. നമ്മളിവിടെ സ്രാവ് കറി ഉണ്ടാക്കാനായിട്ട് എടുത്തേക്കണ മീൻ 1/2 കിലോനാണ്. അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് അത് വൃത്തിയാക്കി കഴുകി ഒന്ന് ഉപ്പൊക്കെ ഇട്ട് കഴുകി എടുത്തതാണ് കേട്ടോ. ഞാൻ ഇവിടെ ചില മീനൊക്കെ കൊണ്ടുവരുമ്പോൾ നമ്മൾ കുറച്ച് നേരം ഉപ്പൊക്കെ ഇട്ട് വെക്കും. അപ്പോൾ ആ ഉപ്പിട്ട് ഒന്ന് നല്ലതുപോലെ കഴുകി എടുത്ത് ചെറിയ പീസാക്കി വെക്കണം. ചെറിയ പീസാക്കിയാലേ നമുക്ക് കറി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് തോന്നുള്ളൂ. ചെറിയ പീസിലാണ് ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഞാനതൊക്കെ കട്ട് ചെയ്തെല്ലാം ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് കറി വെക്കാൻ തുടങ്ങാം. നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണ് നമ്മുടെ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി. ഇതൊന്ന് വറുത്തെടുക്കാം. നമുക്ക് കരിഞ്ഞു പോകരുതേ. കളറൊന്ന് നല്ല ഒരു ബ്രൗൺ കളറാകണ വരെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. നമ്മുടെ മല്ലി മുളകൊക്കെ നല്ല ഒന്ന് കളറ് മാറി ഒന്ന് നല്ല മൂത്ത മണം വരുന്നുണ്ട്. നമുക്ക് ഇനി തീ ഓഫ് ആക്കാം. ഇതൊരു പാത്രത്തിലോട്ടാക്കിയിട്ട് നമുക്ക് ഒന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരെ. ഞാനിവിടെ അടുപ്പിലൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ഞാനിവിടെ അരച്ച് വെച്ചേക്കണം. അരപ്പ് ഞാൻ കറക്റ്റ് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ കൊണ്ടുവന്നേക്കണത്. അപ്പം നമ്മൾ അരച്ച അരപ്പ് ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് മീൻ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് 3-4 പൊട്ടുപുളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 പച്ചമുളക് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനകത്തേക്ക് നമ്മുടെ മീനും ഇടണ്ടേ. നമ്മുടെ മീൻ ഞാൻ ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തേക്കണത്. ഇതുപോലെ ഇത്രയായിട്ടാണ് കട്ട് ചെയ്തെടുത്തേക്കണത്. എന്നാലേ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമ്മുടെ മീനിന്. ഇതൊന്ന് നല്ലതുപോലെ തിളച്ച് ഉപ്പും പുളിയൊക്കെ പിടിച്ചിട്ട് വരട്ടെ. ഇടക്കൊന്ന് ഇളക്കി നോക്കണം കേട്ടോ. നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് നമ്മുടെ മീനൊക്കെ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഈ മീനിന് കുറച്ച് വേവുണ്ട്. അപ്പം നമുക്കൊരു അരമണിക്കൂറോളം ഇതൊന്ന് അടുപ്പത്ത് ചെറിയ തീയിലിട്ടിട്ട് തന്നെ നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. കറിയൊക്കെ ഒന്ന് വറ്റി വരട്ടെ. അപ്പം അതുവരെ നമുക്ക് ചെറുങ്ങലിച്ച് വെച്ചാൽ മതി, തിളച്ച് പോകും. നമുക്ക് അതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് തേങ്ങ ഒന്ന് വറുത്തെടുക്കാനുണ്ട്. അപ്പം നമുക്ക് അപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് തേങ്ങയും കൂടെ വറുത്തെടുക്കാം. ഇവിടെ കറിയൊക്കെ അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂണ് നമ്മുടെ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് ഞാനിവിടെ കുരുമുളക് എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ മുളക് പൊടി കുറവാണ് ഇട്ടേക്കണത്. കുറവെന്ന് പറഞ്ഞാൽ നമ്മൾ എരിവില്ലാത്ത മുളകാണ് എടുത്തേക്കണത്. കാശ്മീരി ചില്ലിയാണ് എടുത്തേക്കണത്. അപ്പം അതാണ് കുരുമുളക് 1 ടേബിൾ സ്പൂൺ എടുത്തത്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് നല്ലൊരു കളറ് മാറണ വരൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് വേണം നമ്മളൊന്ന് ഇത് വറുത്തെടുക്കാനേ. നല്ലോണം ഒന്ന് കളർ മാറി വരണം. അതാണ് ഇതിൻ്റെ പാകം നമ്മുടെ മീൻ കറിക്ക്, സ്രാവ് കറിക്ക്. ഇപ്പം ഞാൻ എൻ്റെ ഉമ്മയുടെ ഉമ്മ ഉണ്ടാക്കണ ആ കറിയുടെ റെസിപ്പിയാണ് കേട്ടത്. ഞങ്ങൾ ചെറുതിലൊക്കെ വീട്ടിൽ തറവാട്ടിൽ പോകുമ്പോൾ അമ്മ ഉണ്ടാക്കണ കറിയാണ്. വളരെ ടേസ്റ്റാണ് കേട്ടോ. പണ്ട് ഇങ്ങനെ കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഉറി എന്ന് പറയും, ഉറിയിൽ ഇങ്ങനെ പൊക്കത്ത് ഇങ്ങനെ എടുത്തു വെക്കും. വല്യമ്മയൊക്കെ അങ്ങനെയാണ് കറിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ വെക്കണം. നമ്മുടെ കറി എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ ആ കറിയുടെ റെസിപ്പിയാണിത്. നമ്മൾ തീ കൂട്ടിയിട്ടിട്ട് ഇത് കരിഞ്ഞു പോകരുത് കേട്ടോ. കരിയുമ്പോൾ അതിൻ്റെ ചുവ തന്നെ മാറിപ്പോവും. അപ്പോൾ കൈ വിടാണ്ട് ഇത് ഇളക്കി ഒരു ബ്രൗൺ കളറാകുന്നവരൊക്കെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം. നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ മാറി നല്ലതുപോലെ മൊരിഞ്ഞ പോലെ വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫാക്കാം. തീ ഓഫാക്കിയിട്ട് ഇതൊന്ന് കുറച്ചൊന്ന് തണുക്കുമ്പോൾ ഒന്ന് അരച്ചെടുത്തത്. ഇത് പെട്ടെന്ന് തന്നെ അരഞ്ഞു വരും. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം ഒന്ന്
മിക്സിയിലിട്ടൊന്ന് പൊടിക്കുക. എന്നിട്ട് പിന്നെ വെള്ളം ഒഴിച്ചിട്ട് അരച്ച് വെച്ചാൽ മതിയേ. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചിട്ട് വരാം. നമ്മുടെ കറി ഒന്ന് നോക്കാം. കറിയുടെ ചാറൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ അരച്ച് വെച്ചേക്കണ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു മുറി തേങ്ങ ആണ് എടുത്തത്. ചെറിയ മുറി തേങ്ങയാണ് എടുത്തത്. നമുക്ക് ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഇടാം കേട്ടോ. പുളി കറക്റ്റാണ്. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇടാം. ഇത് നല്ല മണമാണ്. നമ്മുടെ തേങ്ങ വറുത്തതും കൂടെ ഒഴിച്ചപ്പോൾ നല്ല മണമാണ് വന്നത്. 5 മിനിറ്റും കൂടെ ഇരിക്കട്ടെ കേട്ടോ. നമ്മുടെ കറി നല്ലതുപോലെ വെട്ടി തിളക്കുന്നുണ്ട്. നമുക്കിത് ഇറക്കി വെക്കാം. എന്താണെന്ന് വെച്ചാൽ ഇനി കറി ഇരിക്കും തോറും ഒന്നുകൂടെ കുറുകി വരും. അപ്പോൾ ഇറക്കി വെച്ചിട്ട് നമുക്ക് നമ്മുടെ കറി ഒന്ന് താളിച്ചെടുക്കാം. നമ്മളിപ്പുറത്തെ അടുപ്പിൽ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കറി താളിക്കാനുള്ള വെളിച്ചെണ്ണ വെക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് നമുക്കതിനകത്തേക്ക് 1/4 ടീസ്പൂണ് നമ്മുടെ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് പൊട്ടി വരട്ടെ. പിന്നെ അതിനകത്തേക്ക് ഞാനൊരു 3-4 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതൊന്ന് കട്ട് ചെയ്തത് വട്ടത്തിൽ അരിഞ്ഞ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനകത്തേക്ക് നമ്മൾ ഇവിടെ ഒരു 4 ഉണക്കമുളകൊന്ന് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. വേപ്പില വേണമെന്നുണ്ടെങ്കിൽ ഇടാട്ടോ. പക്ഷേ ഡെയിലി വേപ്പില ഇല്ലാത്തതുകൊണ്ടിട്ട് ഞാൻ ഇടുന്നില്ല. അപ്പം നമ്മുടെ ഉള്ളിയുടെയൊക്കെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സ്രാവ് കറി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കറിയുടെ കളറ് കാണുമ്പോൾ തന്നെ വായിന്ന് വെള്ളം വരും. അത്ര ടേസ്റ്റുമാണ് കേട്ടോ നമ്മുടെ കറി. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നമ്മളിപ്പോൾ ഇന്ന് കറി വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ എടുത്താൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.